ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 3 അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ ഓൺ ക്ലോസ്ഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്ഐക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ ഓൺ ക്ലോസ്ഡ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് 1, ഇതിൽ 2 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമ, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമ ഓൺ ക്ലോസ്ഡ് ബൗണ്ടറീസ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നോർമലി ചെയ്യുന്ന തൊട്ട് നമ്മൾ ലോക്കൽ എക്സ്ട്രീം ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലേ. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് critical points calculate ചെയ്യാം. That means dou f by dou x equal to 0, dou f by dou y equal to 0 equate ചെയ്തിട്ട്, അതായത് dou f by dou xനെയും dou f by dou yനെയും 0 ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ദ സ്റ്റെപ്പ് 1, to find critical points by equating dou f by dou x and dou f by dou y equal to 0. Then step 2 എന്ന് പറയുന്നത് എന്താണ്? Step 2. Then what is step 2? List the boundary points of the region. Step 2 എന്ന് പറയുന്നത് list the boundary points of the region are and find critical points. List the boundary points. What is the step 2? Step 2 എന്ന് പറയുന്നത് ബൗണ്ടറി പോയിന്റ്സ്. നമുക്കൊരു പർട്ടിക്കുലർ റീജിയൻ നമുക്ക് തന്നിട്ടുണ്ടാവും. മേ ബി ഒരു ട്രയാങ്കുലർ റീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ റീജിയൻ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു റീജിയനിലെ ബൗണ്ടറി പോയിന്റ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ എന്നിട്ട് എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. Then find maxima and minima of f from step 1 and step 2 points. Then എന്താണ്? Find maxima and minima from step 1 and step 2. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം വാല്യൂ മിനിമം വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ജസ്റ്റ് ഇതൊരു സ്റ്റെപ്പ് മാത്രമാണ്. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും? മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് കേട്ടോ. ആ ഒരു റൂട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമ വാല്യൂസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനകത്ത് ലോക്കൽ എക്സ്ട്രീം ആണോ അതോ അബ്സല്യൂട്ട് വാല്യൂസ് ആണോ ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നോക്കണം കേട്ടോ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് മിനിമ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 + 2x + 4y - x² - y² ഓൺ ദ ട്രയാങ്കുലർ റീജിയൻ in the first quadrant bounded by the lines x equal to 0, y equal to 0 and y equal to 9 + x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗിവൺ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ബൗണ്ടഡ് റീജിയൻ എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. സോ ഹിയർ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ്. ട്രയാങ്കുലർ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മിസ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ദെൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ്, ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആകുന്നത് എവിടെയാണ്? വൈ ആക്സിസിലല്ലേ. സോ ഇതെന്ന് പറയുന്നത് ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണ്. ദെൻ വാട്ട് ഈസ് വൈ ഈക്വൽ ടു 0? വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ആക്സിസ് ആണ്. ഇൻ എക്സ് ആക്സിസ് വൈ ഈക്വൽ ടു 0, ഇൻ വൈ ആക്സിസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദെൻ വൈ ഈക്വൽ ടു 9 + x എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് കേട്ടോ. വൈ ഈക്വൽ ടു 9 + x എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഇവിടുത്തെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടുത്തെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഹാവ് വൈ ഈക്വൽ ടു, ഈ ലൈൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 9 + x. വാട്ട് ഈസ് ദിസ് ലൈൻ? ദിസ് ലൈൻ ഈസ് വൈ ഈക്വൽ ടു 9 + x. ടു ഫൈൻഡ് ദ boundary points of this point and boundary points on
this y axis. So how can we calculate? നമുക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? y equal to 9 plus x. We know y equal to 9 plus x. അല്ലേ? At the x axis y coordinate 0 അല്ലേ? Y coordinate equal to 0 implies y 9 plus x. That is x is equal to y coordinate equal to 0. That means x is equal to so ഇവിടെ y equal to 9 plus x അല്ല 9 minus x ആണ് കേട്ടോ. 9 minus x. y equal to 9 plus x ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ -9 ആയി പോകും. പക്ഷെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കോർഡിനേറ്റ് എന്നാണ്. ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് വരത്തില്ലല്ലോ. സോ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. y equal to 9 minus x ആണ് വരുന്നത്. അപ്പോൾ y equal to 9 minus x വരുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? y equal to 9 minus x ആകുമ്പോൾ y equal to ഇവിടെ 9 plus x അല്ല 9 minus x. So we have y equal to 9 minus x implies x coordinate x axis ലെ പോയിന്റ് കണ്ടുപിടിക്കാം. y coordinate 0 ആക്കുക. 0 equal to 9 minus x, that is x is equal to 9. So ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 9,0. Similarly, to find this boundary point, how can we calculate that boundary point? നമുക്കറിയാം y equal to 9 minus x. At the y axis x coordinate is 0, right? So y equal to 9 minus 0, which is equal to 9. So ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0,9. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് 0,9 ആണ്. ഓക്കെ, നമുക്ക് ഇതിനെ നെയിം കൊടുക്കാം OAB. ഓക്കെ, OAB ആണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പോയിന്റ് ദിസ് ഈസ് 0 0 0 0 ആൻഡ് ദിസ് ഇസ് 9 0 ആൻഡ് ദിസ് ഇസ് 0 9. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൗണ്ടഡ് റീജിയനകത്തുള്ള അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓഫ് ദ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ സ്റ്റെപ്പ് 1, വാട്ട് ഈസ് ദ സ്റ്റെപ്പ് 1? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, ടു ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എഴുതണം. ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഇസ് വാട്ട്? എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 2 plus 2x plus 4y minus x square minus y square ആണല്ലോ. Then how can we calculate the critical point? Critical point നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. എഫ് ഡാഷ് അല്ല, എഫ് എക്സ് എടുക്കുക അല്ലേ? എഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 plus 2x plus 4y minus x square minus y square, which is equal to dou by dou x of 2 0, dou by dou x of 2x is 2, dou by dou x of 4y എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. dou by dou y of dou x of minus x square is minus 2x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 minus 2x എന്ന് പറഞ്ഞിട്ട് കിട്ടി. സിമിലർലി എഫ് വൈ ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ വൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? dou by dou y of 2 plus 2x plus 4y minus x square minus y square, which is equal to dou by dou y. dou y കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ yൻ്റെ ടേംസ് മാത്രം എടുക്കുക. dou by dou y of 4y is 4, dou by dou y of minus y square is minus 2y. റിമൈനിങ് ടേംസിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ. അപ്പോൾ 4 minus 2y കിട്ടി. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിലോട്ട് വരുന്നത്? അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു 0. സോ ഇക്വേറ്റിംഗ് എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ ഈക്വൽ ടു 0 ഇംപ്ലൈസ് വാട്ട് വി ഗെറ്റ്? 2 minus 2x is equal to 0 implies 2 equal to 2x and x is equal to what? X is equal to 1.
Similarly, fy equal to 0 ചെയ്യുമ്പോഴത്തേക്കും 4 minus 2y equal to 0 implies 4 equal to 2y and y equal to എന്താ y നമുക്ക് എങ്ങനെ കിട്ടും 4 by 2 4 divided by 2 that is 2. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് കിട്ടിയേക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 1,2 ആണ്. സോ വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 1,2. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് 1,2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണല്ലോ. ക്രിട്ടിക്കൽ പോയിന്റ് ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എഫ് ഓഫ് 1,2 അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് 1,2 വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൈ? നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ 2 plus 2x plus 4y minus x square minus y square, right? f of 1,2 എന്ന് പറയുമ്പോൾ put x is equal to 1 and y equal to 2. അപ്പോൾ നേരെ എന്ത് കിട്ടും? 2 plus 2 into 1 2 into 1 plus 4 into y minus x square minus 1 square minus y square, that is minus 2 square, which is equal to 2 plus 2 plus 4 into 2 8 minus 1 minus 4 അല്ലേ? അപ്പോൾ 2 plus 2 4 ആണ്. 2 plus 2 4. ഇവിടെ ഒരു -4 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. 8 minus 1 which will give 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ക്രിട്ടിക്കൽ പോയിന്റിലെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 7 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? നമുക്ക് ഇനി നെക്സ്റ്റ് വേണ്ടത് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ബൗണ്ടറി പോയിന്റ്സ്. ഓക്കെ, ബൗണ്ടറി പോയിന്റ്. അപ്പോൾ ബൗണ്ടറി പോയിന്റ് കണ്ടെത്താനായിട്ട് നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അപ്പോൾ മിസ് ഇവിടെ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുവാണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ നെയിം കൊടുത്തത് OAB എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ OAB അല്ലെങ്കിൽ ആദ്യ സെഗ്മെൻറ്റ് OA കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബൗണ്ടറി പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓൺ ദ സെഗ്മെൻറ്റ് OA. ഓൺ ദ സെഗ്മെൻറ്റ് OA. OA എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ OA എന്ന് പറയുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണല്ലോ. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പ്രത്യേകത എന്താ? ഓൺ എക്സ് ആക്സിസ് y ഈക്വൽ ടു 0, റൈറ്റ്? y ഈക്വൽ ടു എന്താണ്? 0 ആണ്. y equal to 0. Now f of xy becomes, f of xy is what? f of xy is 2 plus 2x plus 4y minus x square minus y square, right? Now what is the on the segment OA, what is y coordinate? Y coordinate becomes 0. Now f of xy നമുക്ക് ആ ഒരു ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. f of x comma x will be x and y becomes 0. Then f of xy will become f of x comma 0. Then put x is equal to x. x ഉള്ളിടത്തെല്ലാം x ഇടുക, y ഉള്ളിടത്ത് എന്ത് ഇടുക കുട്ടികളെ? 0 ഇടുക. Then വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 2x, y ഇവിടെ 0, ഇത് 0 ആകും, ഇതും 0 ആകും. ബാക്കി നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. f of x comma 0 will become 2 plus 2x minus x square. ഇത് ഓർത്ത് വെച്ചോ കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഈ ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചോ. നെക്സ്റ്റ് നോക്കിക്കേ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോമ 0 ആയല്ലേ, ഓൺ ദ സെഗ്മെന്റ് OA എഫ് ഓഫ് എക്സ് വൈ വിൽ ബിക്കംസ് വാട്ട്? എഫ് ഓഫ് എക്സ് കോമ 0. ദെൻ നമുക്ക് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സുകൾ മീൻസ് ബൗണ്ടറി പോയിന്റ്സുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 0 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് എക്സ് കോമ 0 എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇങ്ങനെയാണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ. സോ what is ഡോ ബൈ ഡോ എക്സ് ഓഫ് 2? 0. ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x എന്ന് പറയുന്നത് 2 ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 2x ആണ്. ഓക്കെ, അപ്പോൾ
അത്രയും നമുക്ക് കിട്ടി. ഇതിനങ്ങ് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? 2 - 2x is equal to 0 implies 2 equal to 2x and x will become 1. Okay, x is equal to 1. Now the point. നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ് എഴുതണം. സോ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പോയിന്റ് ആണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എന്താണ് വൈൻ്റെ വാല്യൂ 0 അല്ലായിരുന്നോ? അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി? സെഗ്മെൻറ്റ് ഓയിൽ y = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 ആണ് കിട്ടിയത് ആണല്ലോ. സോ കറസ്പോണ്ടിങ് പോയിന്റ് വിൽ ബി 1, 0. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1ഉം വൈൻ്റെ വാല്യൂ ഇവിടെ 0യും. കറസ്പോണ്ടിങ് പോയിന്റ് വിൽ ബി 1, 0. 1, 0 എന്ന് പറയുന്നത് ഈ ഒരു ഒ എ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ ഇൻറ്റീരിയർ പോയിന്റ് ആണല്ലേ. സോ ഹിയർ what is the coordinate here? 0, 0. What is the coordinate here? നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് 9, 0. 1, 0 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു പോയിന്റിലായിരിക്കും 1, 0 എന്ന് പറയുന്നത്. സോ അത് ഈ ഒ എ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. മനസ്സിലായോ? ഈ 0, 0, 9, 0 എന്ന് പറഞ്ഞാൽ ബൗണ്ടറി പോയിന്റ്സ് ആണ്. ഓക്കെ, 0, 0 and 9, 0 is the boundary points, but 1, 0 is the interior point. It is called what? Interior point. Okay, 1, 0 is the interior point. What is called? What it is called? Interior point. അതിന് എന്തെന്നാ പറയുന്നത്? ഇൻറ്റീരിയർ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഒ എ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ള പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുവാണേ. അപ്പോൾ നോട്ട് ചെയ്യുവാണ്. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, പോയിന്റ്സുകളൊന്ന് പറഞ്ഞേ. വി ഹാവ് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 0, 0. അതായത് നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 0, 0. സെക്കൻഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് what 1, 0. 1, 0. Then we have the third point. Third point boundary point ആണ്. ഏതാണ്? 9, 0. So 9, 0. അതിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എഫ് ഓഫ് 0, 0? ഈ എഫ് ഓഫ് 0, 0 നോക്കിയാലും എഫ് ഓഫ് 1, 0 നോക്കിയാലും എഫ് ഓഫ് 9, 0 നോക്കിയാലും ഹിയർ in 3 cases we have എന്താണ് y കോർഡിനേറ്റ് 0 ആണ് അല്ലേ. y കോർഡിനേറ്റ് 0. അപ്പോൾ y കോർഡിനേറ്റ് 0 ആയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സ്, 0 എന്ന് പറയുന്നത് 2 + 2x - x². സോ എഫ് ഓഫ് 0, 0 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത്? എക്സിനും 0 എടുക്കുക, വൈക്ക് 0 എടുത്തിട്ട് ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് വൈയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെയിം വാല്യൂ കിട്ടും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വൈക്ക് 0 കൊടുത്ത് നമുക്ക് എഫ് ഓഫ് എക്സ്, 0 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് 0, വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് 0, 0 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, സോ എഫ് ഓഫ് 0, 0 വിൽ ബിക്കംസ് 2 + 2 × 0 minus x², that is 0². Okay, so which will become 2. Okay, എന്താ കിട്ടി? വാല്യൂ വിൽ ബിക്കം 2. അതുപോലെ എഫ് ഓഫ് 1, 0 സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് ഓഫ് 1, 0 ഇൻ ഹിയർ. ഓക്കെ, ദിസ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് വി ഗെറ്റ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്കും എഫ് ഓഫ് 1, 0 വിൽ ബിക്കംസ് 2 + 2 × 1. 2 × 1 minus x², that is 1². That will becomes 2 + 2, 4. 4 - 1 become 3. Okay, now f of 9, 0. F of 9, 0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2 + 2 × 9 minus 9², which is equal to 2. 2 + 2 × 9, 18. 18 + 2 is 20. 20 minus 81. The answer will be -61. Okay. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൺ ദ സെഗ്മെൻറ്റ് ഒ എ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടി? ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് 0, 0, എഫ് ഓഫ് 1, 0, എഫ് ഓഫ് 9, 0. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വിടുകയാണ് കേട്ടോ. നെക്സ്റ്റ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്. ഇനി നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലോട്ടാണ് കുട്ടികളെ പോകുന്നത്. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതെടുക്കാം? സെഗ്മെൻറ്റ് ഒ ബി എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സെഗ്മെൻറ്റ് ഒ ബി ആണ് കേട്ടോ. അപ്പോൾ സെഗ്മെൻറ്റ് ഒ ബി, ഈ ഒ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇത് 0, 0 ആണല്ലോ. ഈ ഒരു പോയിന്റിൽ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 0, 9 ആയിരുന്നു. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇനി ഒ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ ഇൻറ്റീരിയർ പോയിന്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സെക്കൻഡ് കേസ് ആണ്. സെക്കൻഡ് കേസിൽ ഓൺ ദ സെഗ്മെൻറ്റ്
ഓൺ ദ സെഗ്മെൻറ്റ് ഒ ബി. ഒ ബി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? വൈ ആക്സിസ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൈ? നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2 + 2x + 4y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണല്ലോ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2 + 2x + 4y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി ഓൺ ദ സെഗ്മെൻറ്റ് ഒ ബി, ഒ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്, വൈ കോർഡിനേറ്റ് നമ്മൾ വൈ ആയിട്ട് തന്നെ എഴുതുക. ദെൻ എഫ് ഓഫ് എക്സ് വൈ വിൽ ബിക്കംസ് എഫ് ഓഫ് 0, y, എഫ് ഓഫ് 0, y. അപ്പോൾ എഫ് ഓഫ് 0, y എന്ന് പറയുന്നത് എന്താ? എക്സിന് 0 കൊടുക്കുക, എക്സ് കോർഡിനേറ്റിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈ തന്നെയാണ് അല്ലേ. സോ എന്ത് കിട്ടും നമുക്കിവിടെ? 2 + 2x, 2 × 0 will become 0, + 4y മൈനസ് 0 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് 0y എന്ന് പറയുന്നത്. 2 + 4y മൈനസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് 0, y കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ/y ഓഫ് 2 + 4y മൈനസ് വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ/y ഓഫ് 2 0, ഡോ/y ഓഫ് 4y എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് ഡോ/y ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y ആണ്. ദാറ്റ് ഈസ് 4 - 2y. ഇതിന് എന്ത് ചെയ്യുക? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് 0, y ഈക്വൽ ടു 0 ഇംപ്ലൈസ് 4 - 2y equal to 0, 4 equal to 2y and y equal to 4/2, that is 2. അപ്പോൾ yൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നൗ ദ ഇൻറ്റീരിയർ പോയിന്റ്, നമുക്ക് പോയിന്റ് എങ്ങനെ എഴുതാം? നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് 0, 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്, വൈയുടെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് 0, 2 എന്ന് പറയുന്നതാണ് എന്ത്? ഇൻറ്റീരിയർ പോയിന്റ് അല്ലേ? ഇൻറ്റീരിയർ പോയിന്റ് അല്ലേ? 0, 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ പോയിന്റ് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെഗ്മെൻറ്റ് ഒ ബി എടുക്കുമ്പോൾ ഇത് 0 ആണ് അല്ലേ? ഇപ്പോൾ 0, 2 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇവിടെ എങ്ങാനും വരുമ്പോൾ വിചാരിക്കാം 0, 2. ഓക്കെ, അതൊരു ഇൻറ്റീരിയർ പോയിന്റ് ആണ്. പോയിന്റ് ഒയും പോയിന്റ് ബി എന്ന് പറയുന്നത് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ഈ 0, 2 എന്ന് പറയുന്നത് ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ഇനി ഈ 3 പോയിന്റ്സ്, അതായത് 0, 0, 0, 9, 0, 2 നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വി ഹാവ് എഫ് ഓഫ് ഫസ്റ്റ് 0, 0, ഇത് ആൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എഫ് ഓഫ് 0, 0 is equal to what? എഫ് ഓഫ് അടുത്ത പോയിന്റ് 0, 2, അടുത്ത പോയിന്റ് എന്താണ്? എഫ് ഓഫ് സെഗ്മെൻറ്റ് ഒ ബിയിൽ അടുത്ത പോയിന്റ് 0, 9 ആണ് അല്ലേ? സെഗ്മെൻറ്റ് ഒ ബിയിൽ ആ പോയിന്റ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ വരുന്നത്? ഒന്നിത് 0, 0, അടുത്തത് 0, 2, അടുത്തത് 0, 9. ഈ 3 പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് എഫ് ഓഫ് 0y? എഫ് ഓഫ് 0y എന്ന് പറയുന്നത് 0, y എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? 2 + 4y മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് 0, 0 എന്ന് പറയുമ്പോൾ എന്താ? എക്സിന് വൈക്ക് 0 എടുത്തേ, എക്സിന് 0 എടുക്കുമ്പോഴത്തേക്കാണല്ലോ നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സിന് വൈക്ക് 0 എടുക്കും. അപ്പോൾ എക്സ് ഓൾറെഡി 0 ആണ്, വൈക്ക് 0 എടുത്തേ, 0 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എഫ് ഓഫ് 0, 2 ചെയ്തേ. എഫ് ഓഫ് 0, 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ഇവിടെ വൈക്ക് 0 എടുത്തേ, 0 എടുക്കുമ്പോഴത്തേക്ക് 0 അല്ല 2 അല്ലേ? 4 × 2, that is 8, മൈനസ് വൈ സ്ക്വയർ, that is 2 സ്ക്വയർ. 2 സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്. ഇപ്പോൾ 8 - 4 എന്ന് പറയുന്നത് 4, 4 + 2 എന്ന് പറയുന്നത് 6 കിട്ടി. അടുത്ത എഫ് ഓഫ് 0, 9 ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 + 4y, that is 4 × 9. 4 × 9 എന്ന് പറയുന്നത് 36 മൈനസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് 9ൻ്റെ സ്ക്വയർ, അതെന്താണ്? 81 ആണ്. അപ്പോൾ 36 - 81 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന -43. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 81 - 36 ചെയ്യുമ്പോൾ 11 - 6, 11 - 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇവിടെ നമുക്ക് 81 മൈനസ് 36 അല്ല ചെയ്യേണ്ട, ആക്ച്വലി 36 പ്ലസ് 2 38 ആണ്. അപ്പോൾ 81 മൈനസ് 38 ചെയ്യുമ്പോൾ 11 മൈനസ് 8 3 ആണ്, 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്, മൈനസ് 81 ആയതുകൊണ്ട് മൈനസ് 43. നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, f(00), f(02), f(09) എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന അടുത്ത സെഗ്മെൻറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ ഇൻറ്റീരിയർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, നെക്സ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻ്റ് ആണ്. എ ബി നമുക്കറിയാം y ഈക്വൽ ടു, ഈ ലൈൻ എന്ന് പറയുന്നത് എന്താ, y ഈക്വൽ ടു 9 മൈനസ് എക്സ് ആണല്ലോ, y ഈക്വൽ ടു 9 മൈനസ് എക്സ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എ ബിയിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെഗ്മെൻറ്റ് എ ബി നിങ്ങൾ ഓർത്ത് വെച്ചോ, ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് 9,0, ഈ പോയിന്റ് 0,9 ആൻഡ് ദിസ് ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 9 മൈനസ് എക്സ് ആണ്. ഓക്കെ, ദെൻ അടുത്ത് ഓൺ ലൈൻ സെഗ്മെൻറ്റ്, ഓൺ ലൈൻ സെഗ്മെൻറ്റ് എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് y ഈക്വൽ ടു എന്താണ് കുട്ടികളെ, 9 മൈനസ് എക്സ് ആണ് അല്ലേ, വി ഹാവ് y ഈക്വൽ ടു 9 മൈനസ് എക്സ്. ദെൻ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൈ, നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്, 2 പ്ലസ് 2x പ്ലസ് 4y മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, റൈറ്റ്. ഇനി y ഈക്വൽ ടു 9 മൈനസ് എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് y ഈക്വൽ ടു 9 മൈനസ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് വൈ, വാട്ട് വി ഗെറ്റ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2x പ്ലസ് 4 ഇൻറ്റു 9 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 9 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, it is equal to 2 plus 2x plus 4 into 9 36 minus 4 into x 4x minus x square minus ഇത് നമുക്ക് എങ്ങനെ എഴുതാം, a minus b the whole square ആ ഫോമിലാണ്. 9 minus x the whole square can be written as 81 minus 2ab 2 into 9 into x that is 18x plus x square. അങ്ങനെയല്ലേ നമ്മൾ എഴുതുക 9 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഈ മൈനസ് അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ഇവിടെ എന്ത് കിട്ടും, 2 പ്ലസ് 2x പ്ലസ് 36 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 81 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് 18x മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ, which is equal to 2x മൈനസ് 4x ഇവിടെ ഒരു 18x ഉണ്ട് ആണല്ലോ. അപ്പോൾ 18 പ്ലസ് 2 20 മൈനസ് 4 ചെയ്യുമ്പോൾ 16x ആണ് വരുന്നത് ആണല്ലോ. അപ്പോൾ 16x ഇവിടെ എഴുതിയേ. ഇനി 2 ഉണ്ട് ഇവിടെ, 2 ഉണ്ട് 36, 2 പ്ലസ് 36 38 മൈനസ് 81 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 43 ആണ് കിട്ടുന്നത്, മൈനസ് 43. അടുത്ത് എന്താ ഉള്ളത്, ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2x സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് 2x സ്ക്വയർ പ്ലസ് 16x മൈനസ് 43 ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അറ്റ് y ഈക്വൽ ടു 9 മൈനസ് എക്സിൽ എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെ നമുക്ക് കിട്ടുക. ദെൻ നമുക്ക് എന്താ വേണ്ടത്, ഇൻറ്റീരിയർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കോമ വൈ ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കോമ വൈ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇൻ എക്സിലല്ല ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോ ബൈ ഡോ എക്സ് എടുത്താൽ മതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 16x മൈനസ് 43. ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ് വൈ അല്ല, ഇവിടെ ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം എക്സിലാണ് നമുക്ക് കിട്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 4x പ്ലസ് 16 ഇങ്ങനെ നമുക്ക് കിട്ടുക, മൈനസ് 4x പ്ലസ് 16. ഇനി നമുക്ക് എന്താ വേണ്ടേ, ക്രിട്ടിക്കൽ പോയിന്റ് അല്ല, ദാറ്റ് ഈസ് ഇൻറ്റീരിയർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് മൈനസ് 4x പ്ലസ് 16 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. മൈനസ് 4x ഇസ് ഈക്വൽ ടു പ്ലസ് 16 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 16 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 16 ബൈ മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്,
4 ആണ് കിട്ടിയത്. എക്സ് ഈക്വൽ ടു 4ഉം വൈ ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത് 9 മൈനസ് എക്സ്. എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ 9 മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 9 മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് 4,5. So we get 4,5 is the interior point. Okay, is the interior point. കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 4, 5ൽ നമുക്ക് എന്ത് വേണം ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് 4,5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കിടപ്പുണ്ട്. 4,5 ഈസ് ഈക്വൽ ടു ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. -2 ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 16 ഇൻറ്റു 4 മൈനസ് 43. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 16 ഇൻറ്റു -2 ചെയ്യുമ്പോൾ -32 പ്ലസ് 16 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 64 അല്ലേ 64 മൈനസ് 43. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -11 എന്നാണ് കിട്ടുക. ഓക്കെ, -32 പ്ലസ് 64 മൈനസ് 43 വിച്ച് ഇസ് ഈക്വൽ ടു -11. അപ്പോൾ എഫ് ഓഫ് 4,5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടുത്തെ ബൗണ്ടറി പോയിൻറ്റ്സ്, അതായത് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സെഗ്മെൻറ്റ് കാണിച്ചു തരാം. എ ബി എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റിൽ എഫ് ഓഫ് 9,0യും എഫ് ഓഫ് 0,9 നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് 9,0യും എഫ് ഓഫ് 0,9 നമ്മൾ ആൾറെഡി ഒ എ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് എടുത്തപ്പോൾ എഫ് ഓഫ് 9,0ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഒ ബി എടുത്തപ്പോഴത്തേക്കും വി ഗെറ്റ് എഫ് ഓഫ് 0,9. സോ അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഈ പോയിൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അബ്സല്യൂട്ട് മാക്സിമം അതിൻ്റെ അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ആൾറെഡി നോക്കിക്കേ, നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ 7 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ എടുക്കണം. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഇത് കിടപ്പുണ്ട്. എഫ് ഓഫ് 0,0, എഫ് ഓഫ് 0,2, എഫ് ഓഫ് 0,9. ഇനി അടുത്ത സെഗ്മെൻറ്റ് എ ബി എടുത്തപ്പോഴത്തേക്കും ആ കേസിൽ നമ്മൾ എന്ത് ചെയ്തു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 4,5 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് കിട്ടിയ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. സോ നോക്കിക്കേ, വി ഹാവ് എഫ് ഓഫ് 1,2 ഈക്വൽ ടു 7. വി ഗെറ്റ് എഫ് ഓഫ് 0,0 ഈക്വൽ ടു 2. എഫ് ഓഫ് 1,0 ഈക്വൽ ടു 3. എഫ് ഓഫ് 9,0 വി ഗെറ്റ് -61. എഫ് ഓഫ് 0,2 വി ഗെറ്റ് 6. എഫ് ഓഫ് 0,0 is already written 2. എഫ് ഓഫ് 0,9 നമുക്ക് എന്താ കിട്ടിയത് -43. എഫ് ഓഫ് 4,5 which is equal to -11. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -61 ആണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്, വി ക്യാൻ റൈറ്റ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു -61 at the point 9,0. and what is the maximum value എന്ന് പറയുന്നത് 7 ആണല്ലേ. സോ ദ അബ്സല്യൂട്ട് maximum equal to 7 at function 1 at the point 1,2. ഓക്കെ, അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് മിനിമം വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയില്ലായിരുന്നോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഒരു ബൗണ്ടഡ് റീജിയനിൽ ഫംഗ്ഷൻ്റെ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമം വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മളൊരു ക്രാഷ് കോഴ്സ്, നിങ്ങളുടെ എക്സാമിന് മുന്നേ ഒരു ക്രാഷ് കോഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി പെയ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു പെയ്ഡ് ക്ലാസ്സിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്ലസ്
എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫർദർ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെയും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് മൊഡ്യൂളാണ്, 5th മൊഡ്യൂളാണ്. അപ്പോൾ 5th മൊഡ്യൂളിൻ്റെ ക്ലാസ്സുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.